പിന്നെ നമുക്ക് പെട്ടെന്ന് KSRTCയിലേക്ക് പോകാം, ഇല്ലെങ്കിൽ സമയം അനുവദിച്ചില്ലെങ്കിലോ പിന്നീട് KSRTCയിൽ അതിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ എന്തായിരുന്നു ആദ്യത്തെ എയിം? ഇത് ഞാൻ ഇന്ന കാര്യങ്ങൾ ഞാൻ നടത്തും എന്ന് തോന്നിയത് എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു? ജീവിതത്തിലൊരു വലിയ ആഗ്രഹമായിരുന്നു ഒരു കമ്പനി എടുത്ത് ടേൺ അറൗണ്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആർക്കും വേണ്ടാത്തതാണ് KSRTC. സാധാരണ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോലെയാണ് പോകുന്നത്. എക്സെപ്റ്റ് മിസ്റ്റർ തച്ചങ്കരി ഒഴിച്ച് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ താല്പര്യപൂർവ്വം പോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറും പറ്റുമൊക്കെയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളത് എൻ്റെ ഔദ്യോഗിക ജീവിതം തീരുന്നതിന് മുമ്പ് ചെയ്യണമെന്നൊരു വലിയ ആഗ്രഹമാണ്. ചാലഞ്ചസ് എടുക്കുന്നതാണ്. തന്നെയല്ല, എനിക്ക് ഗവൺമെൻറ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നുണ്ടേ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള വിഷയങ്ങൾ എടുത്തിട്ട് എനിക്ക് സ്പീഡ് ചെയ്ത് ജിയോ ഇറക്കാം എന്നുള്ളതല്ലാതെ എനിക്ക് ഈ ഓഫീസിലിരുന്ന് പ്രവർത്തിക്കുന്നൊരു സ്വഭാവമില്ല. അപ്പോൾ ഞാൻ പണ്ട് തൊട്ടേ ഐ വാസ് എ പ്ലാൻ മാനേജർ ഫോർ 6.5 years. പിന്നെ ഞാൻ ഇൻഡസ്ട്രി പലതും ടേൺ അറൗണ്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയൻ്റെ ഇൻഡസ്ട്രി തന്നെ അവനിപ്പോൾ 4 ഫാക്ടറികളോളം ഉണ്ട്. അങ്ങനെ എത്രയോ സുഹൃത്തുക്കൾക്ക് വേണ്ടി ടേൺ അറൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു കമ്പനി 30,000 പേര് ഉള്ള ഒരു കമ്പനിയെ ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആഗ്രഹം. ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റും, അതിന് യാതൊരു സംശയമില്ല. ഏതും ടേൺ അറൗണ്ട് ചെയ്യാം. അൺലെസ് ദർ ഈസ് മാർക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആർക്കും വേണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ടേൺ അറൗണ്ട് ചെയ്യാം? എത്ര ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും ആർക്കും വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ വില കൂടുതലാണ്, ആരും വാങ്ങിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ എന്താണ്, ആളുകൾ ക്യൂ നിന്ന് ഇടിച്ച് കയറുന്ന ഒരു മാർക്കറ്റ് ഇവിടെ നിൽക്കുകയാണ്. അപ്പം മാർക്കറ്റുള്ള ഏതായാലും ഇലക്ട്രിസിറ്റി ബോർഡാണെങ്കിലും മരുന്നാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടേൺ അറൗണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഐ വാസ് ടെസ്റ്റിംഗ് മൈസെൽഫ്. എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ആൻഡ് പിന്നെ HR മാനേജ്മെൻറ്റ് അതെന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ്. പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ലൈറ്റ്ലി ടെമ്പർമെൻ്റലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചീത്തവിളി കേട്ടിട്ട് ഞാനൊന്നും ജീവനക്കാരെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. എന്നെ പറ്റിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അച്ഛൻ്റെയൊക്കെ ആണെന്നുണ്ടെ പേര് വിളിച്ച് പറയുന്നുണ്ടെങ്കിലും എനിക്കതൊന്നും ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഈ ബുക്കിനകത്ത് തന്നെ ഞാൻ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ല. എന്നാലും ഞാൻ ഇരുന്നിട്ട് ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ടേൺ അറൗണ്ട് ചെയ്യാതിരിക്കുന്നതിന് 2 കാരണങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും മനസ്സിലാക്കണം, ഞാൻ ചാർജ് എടുക്കുന്നത് ജൂൺ 15 2020. ജൂൺ 8 ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്യുന്നത്. ഒരു ബസ്സിനകത്ത് പോലും ആൾ കയറാൻ മടിക്കുന്നൊരു സമയത്ത് ഇവിടെ കുറച്ച് വിദഗ്ധന്മാർ, ആരോഗ്യ വിദഗ്ധന്മാർ മുഖ്യമന്ത്രിക്കൊരു ഉപദേശം കൊടുത്ത് ഇരുന്നുകൊണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കോവിഡ് വരത്തില്ല. സീറ്റിലിരുന്ന് യാത്ര ചെയ്താൽ കോവിഡ് വരത്തില്ല, നിന്നുകൊണ്ട് യാത്ര ചെയ്താൽ കോവിഡ് വരും. ഇങ്ങനത്തെ ഊളത്തരമാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നിട്ട് പോലും ഞാൻ അവസാനം CM കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാർ ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ KSRTC നഷ്ടപ്പെടും. അതിനേക്കാളുപരി ഇത്രയധികം ബൈക്കുകൾ ഇന്ത്യയിൽ ഉണ്ടായത് എങ്ങനെയാണ്? കോവിഡ് കാരണമല്ലേ. പബ്ലിക് ട്രാൻസ്പോർട്ട് മൊത്തത്തിൽ തകർന്നു പോയതുകൊണ്ടല്ലേ ഇത്രയധികം ബൈക്കുകളുണ്ടായി. ഇന്ന് ബൈക്ക് കാരണം എന്തുമാത്രം ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഭരണാധികാരികൾ ഇതൊന്നും ഇങ്ങനെ ചിലരെയൊക്കെ പറഞ്ഞിട്ട് സേഫ് സൈഡ് കളിച്ചാൽ ശരിയാകത്തില്ല. ദ പോയിൻറ്റ് ഹിയർ ഈസ് ദാറ്റ് 3.5 ലക്ഷം രൂപ ഉള്ള കളക്ഷൻ, ഞാൻ ഒരു ദിവസം 3.5 ലക്ഷം രൂപ എന്നുള്ള കളക്ഷൻ ഞാൻ ഇറങ്ങുമ്പോൾ 3 പ്രാവശ്യം 9 കോടിയിൽ എത്തിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പ്രതിദിന കളക്ഷൻ. ദാറ്റ്സ് എ ഹയസ്റ്റ്. ഏതാണ്ട് ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം കൂടെ വരുമ്പോൾ ഒരു മാസം എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10-16 കോടി രൂപയിൽ നിന്ന് 255 കോടി രൂപയിൽ എത്തിച്ചു കോവിഡിൻ്റെ സമയത്ത്. ഇതെന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല. ഞാൻ ലോട്ടറി ഡയറക്ടറായിട്ട് ചാർജ് എടുക്കുമ്പോൾ 587 കോടി രൂപയായിരുന്നു ലോട്ടറി ഡയറക്ടറായിട്ട് ചാർജ് എടുക്കുന്നത്. 624 കോടിയിൽ നിന്ന് 557 ഫോൾ ചെയ്തപ്പോഴാണ് എന്നെ തോമസ് ഐസക് സാറിൻ്റെ കാലത്ത് ശ്രീ മാരപാണ്ഡ്യൻ അവിടെ കൊണ്ടുവരുന്നത്. ഞാൻ ഇറങ്ങുമ്പോൾ, ഞാൻ കാരുണ്യ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ 2800 കോടിയാക്കി 2.5 കൊല്ലം കൊണ്ട്. ഇപ്പോൾ ഏതാണ്ട് 10,000 കോടിയുടെ. അത് പിന്നെ നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ ഒതുക്കി, മറ്റേ മാർട്ടിനെയും അതുപോലുള്ളവരെയൊക്കെ ഒതുക്കി, പിന്നെ മാഫിയകളെയൊക്കെ ഒതുക്കി, പിന്നെ അതിനകത്തൊരു പുതിയ മിഡിൽ ക്ലാസ്സിനെ ആകർഷിച്ചു. അതൊക്കെ വേറെ കാര്യം. അതുപോലെ തന്നെ കാരുണ്യ ഫാർമസി തുടങ്ങുന്നുണ്ടേ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 4000 രൂപയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ, ഒരു കൊല്ലം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ദിവസത്തെ കളക്ഷൻ ആ ഫാർമസിയിൽ 10 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ ഒറ്റ കൊല്ലം കൊണ്ട് 100 കോടിയാക്കി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇതിനകത്ത് പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നത് ഇതിനകത്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്യൂട്ടി പാറ്റേൺ മാറ്റാനായിട്ട് ജീവനക്കാർ തയ്യാറല്ല. കാരണം ഇവിടുന്ന് ബാംഗ്ലൂരിൽ പോകുന്നൊരു വണ്ടി, ആ വണ്ടിയിൽ 18 മണിക്കൂറാണ്. അജയ്ക്ക് 18 മണിക്കൂർ ഒരിടത്ത് ഇരിക്കാൻ പറ്റുമോ? 18 മണിക്കൂർ പോയിട്ട് 6 മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ? അത് ഈ ഫ്രണ്ട് ആക്സിലൊന്നും ഓവറോൾ ചെയ്യാത്ത
ഈ വണ്ടി എടുത്തിട്ട് 18 മണിക്കൂർ 16 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുന്ന ഒരാൾ, അയാളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ പറ്റത്തില്ല, നിങ്ങൾ ക്രൂ ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അങ്കമാലി വെച്ച് നമുക്ക് ക്രൂവിനെ മാറ്റാം, സമ്മതിക്കത്തില്ല. ഈ മോട്ടോർ വെഹിക്കിൾസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ടിനകത്തൊരു സ്പെസിഫിക് ആയിട്ടൊരു പ്രൊവിഷനുണ്ട്, സ്പ്രെഡ് ഓവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. സാധാരണ എല്ലാവർക്കും 8 മണിക്കൂർ ഡ്യൂട്ടി എന്നുള്ളതാണല്ലോ ഐ.എൽ.ഒ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രാവിലെ ഒരു 4 മണിക്കൂർ നേരമായിരിക്കും നമ്മുടെ പീക്ക് ട്രാഫിക് വരുന്നത്. പിന്നെ അതിനുശേഷം ഒരു വെയിനിങ് പീരീഡാണ്, ഉച്ചയ്ക്കൊന്നും വലുതായിട്ട് ആൾക്കാരാണ്. വൈകിട്ടൊരു 3:30 ആകുന്നത് തൊട്ട് 7:30 വരെയാണെന്നുണ്ടെങ്കിൽ നല്ല പീക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വർക്കേഴ്സ് ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് ഈ 8 മണിക്കൂറിനെ യു ക്യാൻ സ്പ്രെഡ് ഇറ്റ് ടു 12 hours. ബാക്കി ഇടയിൽ വരുന്ന 4 മണിക്കൂർ അത് വേണമെങ്കിൽ 2 മണിക്കൂർ രാവിലെ കൊടുത്തിട്ട് 6 മണിക്കൂറായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിനിടയിൽ ഒരു 4 മണിക്കൂർ കൊടുക്കാം. പക്ഷേ ആ 4 മണിക്കൂറിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പീരീഡ് ഓഫ് ആബ്സെൻസ് അല്ല പീരീഡ് ഓഫ് പ്രസൻസ് എന്നോ മറ്റോ പറഞ്ഞിട്ടാണെന്നുള്ളൊരു പീരീഡാണ്. അപ്പം 8 മണിക്കൂറിനെ 12 മണിക്കൂറായിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ടുള്ളൊരു പ്രൊവിഷനുണ്ട്. ഇത് ഒരു തരത്തിൽ യൂണിയൻകാരെ സംബന്ധിച്ചില്ല. അതിന് പകരമാണെന്നുണ്ടെങ്കിൽ ആ 8 മണിക്കൂറിനെ സ്ട്രെച്ച് ചെയ്യുന്നതിന് പകരം 2 ഡ്യൂട്ടി കൊടുക്കണം. അപ്പോൾ രാവിലെ 5 മണിക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അന്നേരം വണ്ടി ഓടുന്നില്ല, അയാളോടെ വന്നിരിക്കും. മനസ്സിലായില്ലേ? വൈകിട്ട് രാത്രി 9 മണി വരെ 10 മണി വരെ ഇരുന്നുണ്ടെങ്കിൽ വണ്ടി വലുതായിട്ട് ഓടുന്നില്ല. കാരണം വെച്ചാൽ 3-1 വണ്ടിയായിട്ട് 2 ഡ്യൂട്ടി കൊടുക്കുകയും ചെയ്യുന്നു. 2 ഡ്യൂട്ടി കൊടുക്കുമെന്ന് മാത്രമാണ്. ഈ 18 മണിക്കൂർ ഓടിക്കുന്ന ആൾക്ക് എന്താ സംഭവിക്കുന്നത്? ഇയാൾ ഞായറാഴ്ച വൈകിട്ട് ഇവിടുന്ന് പോകുന്നിരിക്കട്ടെ, തിങ്കളാഴ്ച രാവിലെ അവിടെ ചെല്ലും. തിങ്കളാഴ്ച വൈകിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് 3 കോമ്പൻസേറ്ററി ഓഫ് കൊടുക്കും. പിന്നെ അയാൾക്ക് ഇഷ്ടം പോലെ ലീവുണ്ട്. ഗവൺമെൻറ് ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും മാത്രമല്ല, ഗവൺമെൻറ് ജീവനക്കാരെക്കാളും 2 ഇൻക്രിമെൻറ്റ് കൂടുതലാണ് ട്രാൻസ്പോർട്ടിലെ ഡ്രൈവേഴ്സിന്. അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഇന്ത്യയിൽ ഒരിടത്ത് പോലും ഇത് ലാഭകരമായിട്ട് പോകുന്നതല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ജീവനക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു 10 കൊല്ലമായിട്ട് അവരുടെ ശമ്പളം പരിഷ്കരിച്ചിട്ടില്ല, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതിനൊക്കെ സഹകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേ അവിടുത്തെ എല്ലാവരും പറഞ്ഞു എനിക്കും അറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാലും നമ്മൾ അവസാനം അവരെന്നെ കോർണർ ചെയ്തു. ഞാൻ ഒരാൾ കാരണമാണ് ശമ്പള പരിഷ്കരണം നടക്കാത്തതെന്നുള്ള രീതിയിലൊരു പ്രശ്നമാണ്. ദാറ്റ് വാസ് ക്രിയേറ്റഡ് എ വൈഡ് സ്പ്രെഡ് റിസൻമെൻറ്റ്. അപ്പോൾ ഞാനും മുഖ്യമന്ത്രിയുടെ അടുത്തും ധനകാര്യമന്ത്രിയുടെ അടുത്തൊക്കെ പറഞ്ഞു ശമ്പള പരിഷ്കരണം നടത്തി. എന്നിട്ടും ആ റിഫോംസ് ഒന്നും വന്നില്ല. അപ്പം മാറാൻ തയ്യാറാകാത്ത ഒരു വിഭാഗം ജീവനക്കാർ, എന്നാൽ 60% ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ യൂണിയൻ എന്ന് പറയുന്ന ആൾക്കാർ, അതിനകത്താണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ്സുള്ള ആൾക്കാർ ഒത്തിരി പേർക്ക് ബിസിനസ്സുണ്ട്. ചിലർ ടിപ്പർ ഓടിക്കാൻ പോകും, ഡ്രൈവർമാരാണെങ്കിൽ. പലരും PhDയും എൻജിനീയറിങ്ങും ഒക്കെ ഉള്ളവരുണ്ട്. അവർ ട്യൂഷൻ ക്ലാസ് എടുക്കാൻ പോകും. അങ്ങനെ പല രീതിയിലുള്ള വർക്കുകളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ മാറാൻ തയ്യാറായില്ല. അവർ മാറാൻ തയ്യാറാകത്തില്ലെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ KSRTC സ്വിഫ്റ്റ് ഉണ്ടാക്കിയത്. അത് ആദ്യത്തെ കൊല്ലം തന്നെ 32 കോടി രൂപ ലാഭമാണ്. 32 കോടി രൂപ ലാഭം വന്നു കഴിഞ്ഞാൽ അത് മൊത്തം ഇൻകം ടാക്സിന് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ലാഭത്തിന് അതിൻ്റെ റെൻറ്റ് കൂട്ടിയിട്ട് ലാഭം കുറച്ചു. കാരണം വെച്ചാൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മിച്ചമൊന്നുമില്ല. KSRTCക്ക് കിട്ടേണ്ട പൈസ ഇല്ല. അപ്പം ബീങ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി അതിനകത്ത് ഇന്നും സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലാഭകരമായിട്ട് പോകുന്നുണ്ട്. അപ്പം ജീവനക്കാരൊരു സൈഡ്.